ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഞ്ഞുകാലമൊക്കെയാണ്. എല്ലാവർക്കും നല്ല ചുമ, തൊണ്ടവേദന, നല്ല ഒച്ചയടപ്പ് ഇതൊക്കെ ഉണ്ടാവും ഈ മഞ്ഞുകാലം കഴിയണവരെ. അപ്പോൾ ഇതിനെല്ലാം നല്ലൊരു ആശ്വാസം ലഭിക്കാനായിട്ട് ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ എടുത്തേണേ. 3 പനിക്കൂർക്ക ഇല, അരമുറി ചെറുനാരങ്ങ, പിന്നെ കുറച്ച് കൃഷ്ണതുളസിയുടെ ഇല, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം കറുവാപ്പട്ട. ഇത്രയും സാധനങ്ങളൊക്കെ ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ ഒഴികെ മറ്റുള്ള ഈ ഇലയും ഇഞ്ചി കറുവാപ്പട്ട ഈ സാധനങ്ങളെല്ലാം നന്നായി ചതച്ചെടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം കുടിക്കുമ്പോഴേക്കും നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം കൊണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ 3 ദിവസമെങ്കിലും കഴിക്കുക. പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ ഒച്ചയടപ്പ്, പിന്നെ തൊണ്ട കാറുക, പിന്നെ ചുമ, കഫക്കെട്ട് ഇതൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ ഈ പാനീയം കുടിക്കണത്. അപ്പോൾ ഇത് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിക്കണം കേട്ടോ. കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇലകളും സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ 1 ഗ്ലാസ്സാക്കി വറ്റണ വരെ നമ്മൾ നന്നായി തിളപ്പിക്കണം. കാലാവസ്ഥ മാറുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും തൊണ്ടവേദനയും ചുമയും കഫക്കെട്ടൊക്കെ. ഒച്ച അടഞ്ഞിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ആ ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരൊഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നേരം പിന്നെ തിളപ്പിക്കണം. വലിയവർക്ക് കുടിക്കാനാണെങ്കിൽ 1/2 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് ചതച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. ഇതിവിടെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് ഇട്ടില്ല, എരിഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. എന്നിട്ട് വാങ്ങി വെച്ചിട്ട് 1/4 ടീസ്പൂണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി അരിച്ചെടുക്കുക കേട്ടോ. കുരുമുളകും കൂടി ഇട്ടാൽ ബെസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടിക്ക് കൊടുക്കാനുള്ള കാരണം ഞാൻ കുരുമുളക് ഇടാണ്ടിരുന്നതാണ്. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കോളോ കേട്ടോ, കുടിച്ച് നോക്കിക്കോളോ. നല്ലതാണിത്. കുടിച്ചുകൊണ്ട് നമുക്കൊരു ദോഷവും ഉണ്ടാവാനും പോണില്ല, ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് പാനീയം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.